പ്രേഷിതവാഹിനി വന്നിര പുതിയതൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ് ടേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടവക ജനങ്ങളുടെ വിലമതിക്കാനാകാത്ത മനുഷ്യപ്രയത്നവും വിശ്വാസവുമാണ് 1996 മെയ് 25 സമർപ്പിക്കപ്പെട്ട വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തന്നെ വിശ്വാസ തീക്ഷ്ണതയുള്ളവരാണ് ഇവിടുത്തെ ഇടവക അംഗങ്ങളും എന്ന് മനസ്സിലാക്കാൻ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഈ പ്രദേശത്ത് പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനെല്ലാം വേണ്ടി ഇവിടെ നിന്നും വളരെ അകലെയുള്ള ഏനാമാവ് പള്ളിയിലേക്ക് കനോലി കനാലിലൂടെ വലിയ കെട്ടുവെള്ളങ്ങളിലാണ് പോയിരുന്നത്. ഇത്രയും വലിയ ചരിത്രവും വിശ്വാസ ചൈതന്യവുമുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഇന്ന് MSTയുടെ പ്രേഷിത വാഹിനി നിറയെ സമ്മാനങ്ങളും സന്തോഷവും പരിപാടികളുമായി എത്തിയിരിക്കുന്നത്. നിങ്ങളാണ് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് എനർജിയും. നിങ്ങൾ മാത്രമല്ല, 3 പേര് കൂടെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി വെയിറ്റ് ചെയ്യിപ്പിക്കണോ? വേണ്ട. നമ്മുടെ 3 പാർട്ടിസിപ്പൻസിനെയും ഏറെ സ്നേഹത്തോടെ പ്രേഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. അടുത്തതായിട്ട് പ്രേഷിത വാഹിനിയിൽ ആര് കയറണം അതല്ലേ നമുക്കിനി നോക്കണ്ടേ? കാരണം നമ്മുടെ 3 പാർട്ടിസിപ്പൻസ് ഇവിടെ വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താ ചെയ്യുക? ഒരു ഗെയിം തരട്ടെ. ആ ഗെയിമിൽ ആരാണോ വിജയിക്കുന്നത് ആളായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ പ്രേഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. എന്ത് ഗെയിം കൊടുക്കണം? വിശുദ്ധരെ കുറിച്ചുള്ളൊരു ഗെയിം തന്നെ ആയേക്കാം. എനിക്ക് വിശുദ്ധരെ ഇഷ്ടം, അതുകൊണ്ട് അത് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്കൊരു ഗെയിം കൊടുക്കാം. ലിഖിതയുടെ മാമോദീസ പേരെന്താ? റോസ്. എൻ്റെ മാമോദീസ പേര് റോസ്ന. ലെനേഡിയോ? എൻ്റെ പേര് ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരാണ്, മേരി എന്നാ എൻ്റെ മാമോദീസ പേര്. കിട്ടി, ഒരു ഗെയിം കിട്ടി. ഗെയിം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓഡിയൻസിൽ ആരുടെങ്കിലും പേര്, ചിലവരുടെയൊക്കെ പേര് തലയാട്ടരുത്, ആരും തലയാട്ടരുത്. ചിലവരുടെയൊക്കെ മാമോദീസ പേര് മേരി എന്നായിരിക്കും. ലെന ചേച്ചിനെ ഇനി കൂട്ടാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ടൈം തരും, സ്റ്റാർട്ട് പറഞ്ഞ് സ്റ്റോപ്പ് പറയുന്നത് വരെ. അതായത് ഏറ്റവും ആദ്യം പോയി ഒരു മേരിയെ ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിച്ച് ആദ്യം വരുന്ന ആളായിരിക്കും പ്രേഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. റെഡിയാണോ? റെഡിയാണ്. സ്റ്റാർട്ട് പറഞ്ഞോട്ടെ. നിങ്ങൾ ഓഡിയൻസ് റെഡിയാണോ? നിങ്ങളും ആത്മാർത്ഥമായിട്ട് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ നിങ്ങൾ കൈ കാണിച്ച് വിളിക്കരുത് കേട്ടോ. അതാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് ആരും കൈ കാണിച്ചിട്ട് വിളിക്കരുത്. മേരിമാരാരും ചിരിക്കരുത്. അഭിനയിക്കാനുള്ള ടൈമാണ്. എല്ലാവരും ബലം പിടിച്ചിരുന്നു. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. കൈയടി പോരാ, പേര് കെട്ടിക്കഴിഞ്ഞാൽ ഓടി പോരെ, അത്രേ ഉള്ളൂ. ആദ്യം ഓടി വരുന്ന ആള്, ആദ്യം ഓടി വന്ന് നമ്മുടെ 5 ആണ്. ബാക്കി എല്ലാവരും അവിടെ നിന്നോ. 5 ആണ് ആദ്യം വന്നത്. ആരാ പേര്? ചേച്ചി. എന്താണ് പേര്? ആൻ മരിയ. ആൻ മരിയ. എവിടെയാ?
ഒന്ന് എണീച്ചേക്കോ. മേരിന്നാണോ? ആണ്. കൈയടിക്കുന്നു. അപ്പൊ അടുത്തതായിട്ട് ആരാണ് പ്രൈസ് വാനിലേക്ക് കയറാൻ പോകുന്നത്? അഞ്ചു. ബാക്കി 2 പേർക്കും സീറ്റിലേക്ക് മടങ്ങാം. 5 പ്രേക്ഷക വാഹനം കയറാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു. 5 പ്രേക്ഷക വാഹനയിൽ കയറാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. ലേനെ, അഞ്ജുനൊന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടണമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അഞ്ജുവിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ വീഡിയോ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. ഹായ്, എൻ്റെ പേര് അഞ്ജു. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ഒത്തിരി പൂരങ്ങളും പെരുന്നാളുകളൊക്കെയുള്ള തൃശ്ശൂർ ജില്ലയിലെ ടൗണിനോട് ഏകദേശം ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കുരിയച്ചിറ. വിശുദ്ധ ഔസേപ്പിതാൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് കുരിയച്ചിറ പള്ളി. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, 3 ചേട്ടന്മാരാണ് എനിക്കുള്ളത്. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പ്രാർത്ഥനാ ജീവിതമൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ വിജയം കൈവരിക്കാനും ദൈവവിശ്വാസത്തിലേക്ക് അവരുടെ ജീവിത മാതൃകയാണ് എന്നെ കൊണ്ടെത്തിച്ചത്. എൻ്റെ ഹോബി കുക്കിംഗ് ആണ്. ഒഴിവ് സമയങ്ങളിലൊക്കെ യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോസ് കാണൽ, അതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ കട്ട്ലേറ്റ്, ചപ്പാത്തി, അങ്ങനെ ഒരുവിധമൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. ഇവിടെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറയാറൊക്കെ ഉണ്ട്. പ്രൊഫൈൽ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായോ? എന്നിട്ട് എന്താ ഒരു കയ്യടിയൊന്നും ഇല്ലാത്തേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അഞ്ജു എങ്ങനെയാണ് നമ്മുടെ ക്വിസ്റ്റേമെൻറ്റിൽ പെർഫോം ചെയ്യാൻ പോണേ എന്നറിയാനാണ്. അഞ്ജു, അതിനുവേണ്ടി നമ്മുടെ പ്രേക്ഷിത വാഹനയിലോട്ട് കയറിയാലോ? കയറിക്കോളൂ. അഞ്ജു, റൂൾസ് ഒക്കെ അറിയാവോ? അറിയാം. അങ്ങനെയാണെങ്കിൽ 4 റൗണ്ടുകളിൽ ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ രണ്ടാമത്തേത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം കണ്ടാലോ? കാണാം. ചോദ്യം ഇതാണ്: മൈലാപ്പൂരിൽ പേർഷ്യൻ കുരിശ് കണ്ടെത്തിയത് എന്ന്? 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓപ്ഷൻസ്: 1447, 1547, 1997, 1693. 1547. ഒരു ഡൗട്ടും ഇല്ലാതെ 1547 എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, 1547. അങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുണ്ട്. ആ ചോദ്യം ഏതാണെന്ന് നോക്കാം. സഭയുടെ പൊതുവായ ജീവിതത്തിനും ഭരണക്രമത്തിനും അടിസ്ഥാനമായി നിൽക്കുന്ന നിയമസംഹിതയുടെ പേര്? കാനൻ നിയമം. കാനൻ നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, കാനൻ നിയമം. ആദ്യത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കി സമ്മാനവും നേടിയിരിക്കുകയാണ്. സമ്മാനം വേണ്ടി വേണം. ഒരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് അഞ്ജന് ഇഷ്ടമുള്ള സമ്മാനം എടുത്തോ. ഇനി എത്ര റൗണ്ടുകളാണ് ബാക്കി നിൽക്കുന്നത്? 3. അപ്പോൾ ഏത് റൗണ്ടാണ് നെക്സ്റ്റ് ചൂസ് ചെയ്യാൻ പോകുന്നത്? ആർജന്തസ്. തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും. സെയിൻറ്റ് തോമസ്, മിഷൻ. സെയിൻറ്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെയിൻറ്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ?
ഏത് ഓപ്ഷനാണ് വേണ്ടത്? മിഷൻ. മിഷൻ ആണ് വേണമെന്ന് അഞ്ജു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ശാന്താരൂപതയുടെ മധ്യസ്ഥൻ ആര്? വിശുദ്ധ തോമാസ് ലീഹ, വിശുദ്ധ യൗസേ പിതാവ്, വിശുദ്ധ പൗലോസ് ലീഹ, വിശുദ്ധ അന്തോണീസ്? വിശുദ്ധ തോമാസ് ലീഹ. എനിക്ക് തോന്നുന്നു ലിഖിത ഭയങ്കരമായിട്ട് പഠിച്ചൊരുങ്ങിയാണ് അഞ്ജു വന്നിരിക്കുന്നത്. എല്ലാത്തിനും ചാടിക്കേറി ഉത്തരം പറയുന്നുണ്ട്. ശരിയാണോ നോക്കിയാലോ? ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, വിശുദ്ധ തോമാസ് ലീഹ. ഈ റൗണ്ടിലും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം തോമാസ് ലീഹ എവിടേക്ക് പോയി? ചോദ്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം തോമാസ് ലീഹ എവിടേക്ക് പോയി? തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട്ടിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, തമിഴ്നാട്ടിലേക്ക്. ഈ റൗണ്ടിലും 2 ചോദ്യങ്ങൾ എന്താ ചാടി ആൻസർ ഒക്കെ പറഞ്ഞ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനവും നേടിയിട്ടുണ്ട് അല്ലേനെ. ഒരു സമ്മാനം കൊടുത്തേക്ക്. അഞ്ജു ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇത്രയും ഹാപ്പി ആയാൽ മതിയോ? അതോ നമുക്ക് ഓഡിയൻസിനെയും കൂടി ഹാപ്പി ആക്കണ്ടേ? ഹാപ്പി ആക്കണം. ക്വസ്റ്റിന് വേണ്ടി നിങ്ങൾ ഓഡിയൻസ് എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. വലപ്പാട് ഇടവക സ്ഥാപിക്കപ്പെട്ട് 500 വർഷം പൂർത്തിയാക്കിയതിൻ്റെ നിത്യസ്മാരകമായി പുനർനിർമ്മിച്ച കുരിശുപള്ളി ആരുടെ നാമധേയത്തിലുള്ളതായിരുന്നു? ആദ്യം കൈപൊക്കിയത് ദാ ചേച്ചിയാണ്. ചേച്ചി മുന്നോട്ട് പോന്നോളൂ. വിശുദ്ധ യൂദ തദേവൂസ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണെങ്കിൽ കൈയടിച്ചോ. ആൻസർ കറക്റ്റ് ആണ്, വിശുദ്ധ യൂദ തദേവൂസ്. സമ്മാനവും വേണ്ടേ? വേണം. ഇനി വേണോ വേണ്ടയോ എന്നുള്ള അഭിപ്രായം ഞങ്ങൾ ചോദിക്കുന്നില്ല, സമ്മാനം തരാണ്. അഞ്ജു ഇപ്പൊ എങ്ങനെയാ, കൂടുതൽ ഹാപ്പി ആയോ? ആ ഹാപ്പിയായി. അങ്ങനെയാണെങ്കിൽ അതേ സന്തോഷത്തോടെ അടുത്തത് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ഈ റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ഏവുപ്രാസിയമ്മ, വിശുദ്ധ ലാസർ ദേവസഹായം. ആരെയാണ് അഞ്ജുന് കൂടുതൽ ഇഷ്ടം? വിശുദ്ധ ലാസർ ദേവസഹായം. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്. വിശുദ്ധ ദേവസഹായത്തിന്റെ ഭാര്യയുടെ പേര് എന്ത്? ഭാർഗവി അമ്മാൾ. ഭാർഗവി അമ്മാൾ എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. നമുക്ക് ശരിയാണോ നോക്കാം. ഭാർഗവി അമ്മാൾ. ആൻസർ കറക്റ്റ് ആണ്. ഈ റൗണ്ടിൽ ഈ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിന് മിടുക്കിയായിട്ട് കറക്റ്റായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സമ്മാനവും നേടിയിട്ടുണ്ട്. സമ്മാനം ഞങ്ങൾ തരാണ്. അടുത്തതായിട്ട് ചെങ്ങാലൂർ ഇടവകയിൽ നിന്ന് അതിരൂപതാ തലത്തിൽ ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഫോക്ക് ഡാൻസ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ തിരുബാല സഖ്യത്തിലെ ഒരു കൊച്ചു മിടുക്കിയാണ് എത്താൻ പോകുന്നത്. സെറ എലിസബത്തിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ತಂದಾನ ತಂದಾನ ತನ ತಂದಾನ ತಗದೋ ತಂದಾನ ತಂದಾನ ತನ ತಂದಾನ ತಗದೋ ತನದಂದಿನ ದಂದಿನದಾನೋ ತಗದೈದೋ ತಗದೈದೋ ತನದಂದಿನ ದಂದಿನದಾನೋ ತಗದೈದೋ ತಗದೈದೋ ಓ ഗലീലിയ കടൽപ്പരപ്പിൽ വലവീശും മുക്കുവ
പൂവന്മാർ രാജാതിരാജന്റെ കഥ പറയുന്നു. കാറ്റിരിളം കുഞ്ഞോളം യേശുവിനെ വാഴ്ത്തുന്നു. ഒലിവില കൊമ്പുകളാലെ ഓ ഹോ 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 ഹോസാന ഗീതികൾ പാടും. ഓ ഒലിവില കൊമ്പുകളാലെ ഹോസാന ഗീതികൾ പാടും. കഴുതവൻ പുറമേറി വന്നെത്തിയവൻ ദേവാതിദേവന്റെ പൊന്നോ മനസുതൻ മാനവരക്ഷ കൈവന്നു. കാലികൾ നെയ്യുന്ന പുൽക്കൂട്ടിലിന്ന് ഭൂജടനായവൻ യേശു. വിണ്ണിൽ നിന്നും മാനവനായവൻ വന്നു. മണ്ണിൽ നിത്യം നമ്മോടൊത്തവൻ വാണു. വഞ്ചിയിൽ എന്താണ് കാര്യം? ആരോടും പറയാത്ത കാര്യം. ആഴിയിൽ മത്സ്യങ്ങളില്ലേ? നിങ്ങളുടെ വലയിൽ മത്സ്യങ്ങളില്ലേ? അത്ഭുതമായി ആദരമായി ആനന്ദ ചിത്തരായിരുന്നു അവർ യേശുവിൻ വാക്കുകൾ കേട്ടു. ദൈവത്തിൻ പുത്രന്റെ വാക്കുകൾ കേട്ടപ്പോൾ അലറുന്ന ആഴിയും ശാന്തമായി. കാരുണ്യം മൂറുന്ന വചനങ്ങൾ കേട്ടവർ ആഴിതൻ ആഴത്തിൽ വലയെറിഞ്ഞു. നിങ്ങളൻ പിന്നാലെ വന്നിടുകയെന്ന് കൽപ്പിച്ചു യേശു അന്നൊരു നാൾ. മത്സ്യങ്ങൾക്കു പകരമായി നീ മധ്യരെ പിടിച്ചിടാൻ നിങ്ങൾ പോകൂ. കാര്യമറിയാതെ പകച്ചു പോയവർ നാഥായി മാങ്കൽ കേട്ടിടേണേ. വിദ്യയും ജ്ഞാനവും ഇല്ലാത്തവർ ഞങ്ങൾ എങ്ങനെ അങ്ങയെ അനുഗമിക്കും? യേശുവിൻ വാക്കുകൾ കേൾക്കുന്നവരെല്ലാം ആഹ്ലാദചിത്തരായി തീർന്നിടുന്നു. സ്നേഹിക്കുവാനായി പറയുന്നു നാഥൻ ശത്രുവിനെയും മിത്രത്തെ പോ. യേശുവിൻ കണ്ണുകൾ വിടർന്നു നിന്നു. സൂര്യന്റെ പ്രഭ പോലെ തെളിഞ്ഞു നിന്നു. കാരുണ്യമോടവൻ അന്നു ചൊല്ലി, ഞാനാണ് വഴിയും സത്യം ജീവനും. കാൽവരി മലയിൽ മൂന്നാണികളിൽ കാരുണ്യനാഥൻ ഭൂഷിതനാ. അവൻ ദൈവത്തിൻ പുത്രൻ, അവൻ ലോകൈകനാഥൻ. അവൻ ദൈവത്തിൻ പുത്രൻ, അവൻ ലോകൈകനാഥൻ. അവൻ ദൈവത്തിൻ പുത്രൻ, അവൻ ലോകൈകനാഥൻ. ബാക്കി നിൽക്കുന്നത് ഒരേ ഒരു റൗണ്ടാണല്ലേ? അതെ. ഏത് റൗണ്ടാണ്? ജെറീക്കോ. വിഷ്വൽ റൗണ്ടാണ് ജെറീക്കോ റൗണ്ട്. നമ്മളിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും. അത് തുടക്കം മുതൽ അവസാനം വരെ കാണുക. അതിൽ നിന്നായിരിക്കും അഞ്ജുവിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ ആണോ? വീഡിയോ കണ്ടിട്ട് ആവശ്യമുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യുവാനായിട്ട് സൈഡിൽ ഒരു നോട്ട് പാഡും പേനയും വെച്ചിട്ടുണ്ട്. അഞ്ജുന് അത് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അഞ്ജു റെഡിയാണ്. നമുക്ക് ആ വീഡിയോ കാണാം. ഇവിടെ നിൽക്കുന്നത് പടയൽ മിഷനിലെ ഒരു ഗ്രാമത്തിലാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് 2020
ജൂലൈ 3-ാം തീയതിയാണ് ഈ മിഷൻ ആദ്യമായിട്ട് ആരംഭിച്ചത്. ഒരു വാടക വീട്ടിൽ താമസിച്ച് അതിനുശേഷം വേറൊരു വാർഡിലേക്ക് മാറി. അങ്ങനെ 3-ാമതാണ് ഇവിടെ വന്ന് ഈ ഗ്രാമത്തിൽ ഒരു ചെറിയ സമൂഹത്തെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടിയിട്ട് ദിവ്യബലി അർപ്പിക്കുകയും അവർക്ക് വേണ്ടി ഒരു കൊച്ചു ചാപ്പൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. വീഡിയോ കണ്ടോ? കണ്ടു. ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തോ? വരാൻ പോകുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റും അല്ലേ? ആ ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. പടേൽ മിഷൻ സ്ഥാപിതമായത് എന്ന്? ചോദ്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. പടേൽ മിഷൻ സ്ഥാപിതമായത് എന്ന്? 2020 ജൂലൈ 3. 2020 ജൂലൈ 3 എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. 2020 ജൂലൈ 3. ലെനെ, ഈ പടേൽ മിഷനെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? പടേൽ മിഷനെ കുറിച്ചിട്ട്? ഇല്ല, ഞാൻ പക്ഷെ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്താ കറക്റ്റായിട്ട് കേട്ടേന്നറിയില്ല. എനിക്കറിയാം എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട്? ഞാൻ കേട്ടിട്ടുള്ളത് മഹാരാഷ്ട്രയിലുള്ള MSTയുടെ ഒരു മിഷൻ സെന്റർ ആണ് ഈ പടേൽ എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പുതിയ ഇൻഫർമേഷൻ ആണോ? അതെ. പിന്നെ ആരെങ്കിലും പടേൽ മിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. അപ്പൊ ഈ റൗണ്ടിൽ 5 എത്ര ചോദ്യം ഉണ്ടായിരുന്നു? ഒരു ചോദ്യം. ഈ ഒരു ചോദ്യം കറക്റ്റാക്കി സമ്മാനവും നേടിയിരിക്കുകയാണ്. ആ സമ്മാനം തന്നേക്കട്ടെ. ലിഖിത, അഞ്ജുവിടെ പുതിയ അറിവും ഒരുപാട് സമ്മാനങ്ങളും കിട്ടിയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഓഡിയൻസിലേക്കും കുറച്ച് സന്തോഷം കൊടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ലെനയ്ക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തില്ലേ? നമ്മുടെ ഓഡിയൻസിനും കൊടുക്കാൻ സമ്മാനം. ചോദിച്ചോട്ടെ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. തൃപ്പയാർ സെന്ററിൽ പുനർനിർമ്മിച്ച വിശുദ്ധ യൂദാ തദേവുസിന്റെ കുരിശുപള്ളി പുനർനിർമ്മിച്ച് സ്ഥാപിച്ചത് എന്ന്? ആ ചേച്ചിയാണ് ആദ്യം കൈപ്പൊക്കിയത്. മുന്നോട്ട് പോരെ. ഒക്ടോബർ 24. അവിടെ ഒരു ചേച്ചിയുടെ കൈ പൊക്കിയായിരുന്നു. ഈ ആൻസർ കറക്റ്റ് ആണോ? ചേച്ചി തലയാട്ടിട്ടുണ്ട് കറക്റ്റ് ആണെന്ന്. ആൻസർ കറക്റ്റ് ആണ്. 1999 ഒക്ടോബർ 24. സമ്മാനം വേണ്ട ചേച്ചി? വേണം. എന്തിനാൽ എന്നെ ചോദിക്കുന്നേ? സമ്മാനത്തിന് വേണ്ടിയില്ല നമ്മുടെ ചേച്ചി വന്നേ. ആ സമ്മാനം കൊടുത്തേക്ക്. ഇനി എന്താണ് ബാക്കി നിൽക്കുന്നത് അഞ്ജു? ഒരു ചോദ്യം കൂടി. ഇടവകയോ രൂപതയോ സംബന്ധിച്ചുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. ആ ജനറൽ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അഞ്ചേരി പള്ളി എന്ന കുരിയച്ചിറ പള്ളിയുടെ ആശീർവാദ കർമ്മം നടത്തിയത് ആര്? ചോദ്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. അഞ്ചേരി പള്ളി എന്ന കുരിയച്ചിറ പള്ളിയുടെ ആശീർവാദ കർമ്മം നടത്തിയത് ആര്? മാർ വാഴപ്പിള്ളി പിതാവ്. ഉറപ്പാണോ? അഞ്ചു നല്ല ഉറപ്പോടെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നോക്കാം. മാർ ഫ്രാൻസിസ് വാഴപ്പിള്ളി. ആൻസർ കറക്റ്റ് ആണ്. ഇത്രയേ ഉള്ളൂ കയ്യടി. നമ്മുടെ മെമന്റോയിന്റെ ക്വസ്റ്റ്യൻ ആണ് ശരിയാക്കിയിരിക്കുന്നത്. അങ്ങനെ 7 ചോദ്യങ്ങളും കറക്റ്റ് ആക്കി മെമന്റോയും കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് അഞ്ചു പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോകുന്നത്. ലെനെ, അഞ്ചിനെ ഒറ്റയ്ക്ക് വിട്ടാൽ മതിയോ സമ്മാനം കൊടുത്ത്? പോരല്ലോ. അഞ്ജുന്റെ വീട്ടിൽ നിന്ന് എന്തായാലും ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവും. നമുക്ക് അവരിങ്ങോട്ട് വിളിക്കണ്ടേ? ആരൊക്കെ വന്നിട്ടുണ്ട് അഞ്ജു? അമ്മച്ചി വന്നിട്ടുണ്ട്. അഞ്ജുവിന്റെ അമ്മച്ചി മുന്നോട്ട് വരണം. അഞ്ജു, ആ സമ്മാനങ്ങളായിട്ട് താഴേക്ക് പോരെ. അങ്ങനെ ലിഖിത, രണ്ടാമത് വന്ന നമ്മുടെ പാർട്ടിസിപ്പൻറ്റും ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. നമ്മുടെ പാർട്ടിസിപ്പന്റ് മാത്രമല്ല,
അമ്മ ലാസ്റ്റ് വന്നപ്പോൾ ശ്രദ്ധിച്ചോ, ഈ എപ്പിസോഡിൽ ഓഡിയൻസ് റൗണ്ടിൽ സമ്മാനം കൊണ്ടുപോയി ചേച്ചിയല്ലേ. അപ്പോൾ പാർട്ടിസിപ്പൻസ് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷിത വാഹിനി കണ്ടോ, ഫാമിലി മെമ്പേഴ്സിനും ഓഡിയൻസിനും എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നീ നേടിയതെല്ലാം അവിടുത്തെ ദാനമാണ്. നിന്നിൽ അവിടുന്ന് ചൊരിഞ്ഞ ദൈവകൃപയുടെ ഫലമാണ് നീ. അവിടുന്ന് നിനക്കായി നീക്കി വെച്ചതൊന്നും വെറുതെ ആയിട്ടില്ല, ആകുകയുമില്ല. കാരണം നമ്മൾ അവൻ്റെ സ്വന്തമാണ്. എന്നും അവനെ നമ്മുടെ സ്വന്തമാക്കി വെക്കാൻ നമുക്കും ശ്രമിക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. ദിസ് ഇസ് ലിഖിത പീറ്റർ ആൻഡ് ലെന ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. സാന്തോ മിഷൻ.